ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചേരുവകൾ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉള്ള ഐസ്ക്രീമാണ്. പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രുചിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു ബൗൾ വയ്ക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം വേറെ ഫ്ലേവർ ബട്ടർ സ്കോച്ചോ വേറെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഒരു 4-5 പേർക്ക് എന്തായാലും കഴിക്കാനുള്ള ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഇത് അളവ് 1 കപ്പ് പാലെടുത്തു. പാട മാറ്റാത്ത പാലെടുക്കാൻ ശ്രദ്ധിക്കുക. കാച്ചിയ പാലായാലും കാച്ചാത്തായാലും പ്രശ്നമില്ല, പക്ഷെ പാട മാറ്റാത്ത പാലെടുക്കുക കേട്ടോ, ഫാറ്റ് മാറ്റാത്ത പാൽ. ഇതിലേക്ക് ഞാൻ അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തും കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ ആ ഒരു അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. പക്ഷേ ഐസ്ക്രീം ആകുമ്പോൾ മധുരം കുറച്ച് കൂടുതൽ തന്നെയാണ് എപ്പോഴും വേണ്ടത്. ഞാനൊരു 1/4 കപ്പ് എന്തായാലും ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മധുരം നോക്കുക, അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് വല്ലാതെ ഇങ്ങനെ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒരു നല്ല തിക്കാവുന്ന വരെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടും കൂട്ടിയിട്ടും ഇതിങ്ങനെ കുറുക്കിയെടുക്കുക നന്നായിട്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതൊന്നും കൂടി കട്ടിക്കാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിലല്ല കേട്ടോ, ഫ്രീസറിൽ മീതെ വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തണുപ്പിക്കുക. അല്ലാതെ അങ്ങനെ ഐസ് പോലെയൊന്നും ആവാൻ പാടില്ല. വെറുതെ ഒന്ന് തണുപ്പിച്ചാൽ മാത്രം മതി, തണുത്ത് കിട്ടണം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചാലാണ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയും അതേ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ ചെറുതായിട്ട് അത് ഒന്ന് ക്രിസ്റ്റലൈസ് ആയി പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പീക്ക് പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. തണുത്താൽ മാത്രം മതി കേട്ടോ, അല്ലാതെ കുറേ നേരം ഒന്നും വെക്കണ്ട. അത് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല സ്മൂത്താക്കിയിട്ട് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, യെല്ലോ കളറ്. ആ കസ്റ്റാർഡിൻ്റെ കളറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നുമില്ല, ആ കളറ് മാത്രം കിട്ടും. അത് മാത്രമേ ഉള്ളൂ ഫുഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഇതുപോലത്തെ പാത്രമാവുക കാരണം അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കണേ, ഫ്രിഡ്ജിലല്ല കേട്ടോ, ഫ്രീസറിൽ മീതെ. ഫ്രീസറിൽ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വെക്കണം. ഞാനിപ്പോൾ ഇതൊരു 2.5 മണിക്കൂറാണ് വെച്ചത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കട്ടിയാവാൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു, ആ ഒരു സമയമാണ്. ഈ സമയത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആവുന്ന വരെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലൊരു കണ്ടെയ്നറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നറാണ്.
അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഐസ്ക്രീം മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് ഫ്രീസറിൽ വെക്കണം സെറ്റ് ചെയ്യാൻ. ഒരു 8-10 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കാതിരിക്കില്ല. അപ്പോൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഓവർനൈറ്റ് വെക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയും അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ആ ഒരു കറക്റ്റ് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. രുചിയും അതുപോലെ തന്നെയാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മീതൊന്ന് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം സ്പ്രിങ്കിൾസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.